നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ്. ആദ്യ യൂണിറ്റ് ഏതാണ്? ഉള്ളിലുയർക്കും മഴവില്ല്. അതിൽ 3ാമത്തെ പാഠഭാഗമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. പാഠഭാഗത്തിന്റെ ആമുഖമായി കൊടുത്തിരിക്കുന്ന വരികളൊന്ന് ശ്രദ്ധിക്കൂ. മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം. അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിയണം. പ്രശാന്തമായ മനസ്സോടെ. എന്താണ് ഈ വരികളുടെ ആശയം? ചുറ്റുപാടുമുള്ള മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുതലും സ്നേഹവും ഉള്ളവരാകണം. കോടാനുകോടി ജീവജാലങ്ങളിലെ ഒരംഗമാണ് താനുമെന്ന വിനയപൂർണമായ തിരിച്ചറിവാണ് ജീവിതത്തെ കൂടുതൽ ശാന്തവും സുന്ദരവുമാക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ ആശയത്തിലേക്ക് കടക്കാം. എഴുത്തിന്റെ സൗന്ദര്യം മലയാളികൾക്ക് പകർന്നു നൽകിയ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ കൃതികളുടെ രചനാ സവിശേഷതകൾ ഒട്ടേറെയാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ചുള്ളതാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം. പ്രൊഫസർ MK സാനു എഴുതിയ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. ബഷീറിന്റെ ആത്മാംശമേറെയുള്ള കൃതി എന്ന നിലയിൽ പാത്തുമ്മയുടെ ആടിന് വലിയ പ്രസക്തിയുണ്ട്. വൈക്കത്ത് അദ്ദേഹം ജീവിച്ച വീടും പരിസരവും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം പാത്തുമ്മയുടെ ആടിൽ കഥാപാത്രങ്ങളായി വരുന്നു. തന്റെ ചുറ്റുപാടിന്റെ സത്യമായ അവസ്ഥയെ പകർത്തിവെക്കുകയായിരുന്നു ബഷീർ. തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരും ബന്ധുക്കളും താനും മാത്രമല്ല ഈ നോവലിലെ കഥാപാത്രങ്ങൾ. മറിച്ച് വീട്ടിലെ ആടും കോഴിയും പൂച്ചയും കാക്കകളും എലികളും ചാമ്പമരവും ഇലുമ്പൻ പുളിയും എല്ലാം അതിൽ കഥാപാത്രങ്ങളായി വരുന്നു. ബഷീർ കഥകളിലെ പ്രകൃതി മനുഷ്യ കേന്ദ്രീകൃതമായ പ്രകൃതിയല്ല. ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കൃതിയിൽ പറയുന്നുണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ച് മനുഷ്യർ നായകനും നായികയും മാത്രമായി വരുന്ന കഥകളല്ല, ചുറ്റുപാടുമുള്ളവയും അതിൽ കടന്നു വരുന്നുണ്ട്. അതിലെ ആ അവതരണ ശൈലിയിലുള്ള നർമ്മബോധവും നമുക്ക് നമ്മുടേതെന്ന് തോന്നിക്കുന്ന എത്ര സത്യമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ വെളിപാടുകളെ അല്ലെങ്കിൽ ആ തിരിച്ചറിവുകളെ യാഥാർത്ഥ്യങ്ങളെ ഒരു കഥയുടെ രൂപത്തിൽ നമുക്കൊപ്പം ഇരുന്ന് ഒരു അനുഭവം പങ്കുവയ്ക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ കൃതിയും വായിക്കുമ്പോൾ നമുക്ക് ആസ്വാദ്യമായി തോന്നുക. ജീവജാലങ്ങൾ ആകെയുള്ള ഒരു പ്രകൃതിയാണ്. ഒന്നിനെയും ഒഴിച്ചു നിർത്താതെ എല്ലാറ്റിനെയും അത് ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിനെ വ്യതിരിക്തമാക്കുന്ന ഒരു ഘടകം കൂടിയാണത്. മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബഷീറിൻ്റെതായ തനതായ രചനാരീതി, പ്രകൃതിയെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ എഴുത്ത് രീതി. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലും ഈ പ്രത്യേകതയുണ്ട്. ആ എഴുത്ത് രീതിയെ, ആ സവിശേഷമായി കാണുന്ന എഴുത്ത് രീതിയെ വിശകലനം ചെയ്യുകയാണ് പ്രൊഫസർ MK സാനു. അനേക കാലത്തെ അലഞ്ഞു തിരിഞ്ഞ ജീവിതത്തിന് ശേഷം ശാന്തത തേടി വീട്ടിലെത്തിയതാണ് ബഷീർ. പക്ഷെ അവിടെ ആകെ ബഹളമാണ്, ചന്ത കൂടിയ ബഹളമാണ് അവിടെ. എന്താണ് ബഹളം എന്ന് കേൾക്കണ്ടേ? ആരൊക്കെയാണ് ആ ബഹളക്കാർ? എൻ്റെ ഉമ്മ, എൻ്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൽ ഖാദറിന്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷോമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, ഹനീഫയുടെ ഇളയതായ ആനുമ്മ, അവളുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സയ്യിദ് മുഹമ്മദ്, പിന്നെ എല്ലാറ്റിനും ഇളയ അനുജൻ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് മനുഷ്യർ. ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ. എവിടെ നിന്നോ വന്നു കുടിയേറി
ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന ഏറെ കാക്കകൾ, ഇതിലെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളെ. വീട്ടിൽ എപ്പോഴും നല്ല ഹരമാണ്, ചന്ത കൂടിയ ബഹളം. ഇതൊക്കെയാണ് ചന്ത കൂടിയ ബഹളം എന്ന ആ പരാമർശത്തിലൂടെ പാഠഭാഗത്ത് വരുന്നത്. ഇത് നിരൂപണ കൃതി ആയതുകൊണ്ട് എല്ലാം തന്നെ ഇതിൽ പരാമർശിക്കാൻ പറ്റില്ലല്ലോ. ആ ചന്ത കൂടിയ ബഹളത്തിന്റെ എത്രമാത്രം അത് ബഹളമയമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനൊപ്പം ചേർത്തത്. യഥാർത്ഥത്തിൽ ആ ബഹളം നിത്യജീവിതത്തിന്റെ ബഹളമായിരുന്നു. മനുഷ്യരും അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന വളർത്തുമൃഗങ്ങളും അതിഥികളായെത്തുന്ന മറ്റ് ജീവജാലങ്ങളും മരങ്ങളും സസ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു ബഹളമയമായ അന്തരീക്ഷം. അനുഭവങ്ങളുടെ വലിയ ലോകവുമായി ഈ ബഹളത്തിനിടയിലേക്കാണ് ബഷീർ എത്തുന്നത്. താൻ കണ്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ ആ വലിയ ലോകത്തെക്കുറിച്ചും തൻ്റെ ഉള്ളിലുള്ള വലിയ അനുഭവങ്ങളെക്കുറിച്ചും ശാന്തമായിരുന്ന് എഴുതാനും അതോടൊപ്പം തന്നെ വായിക്കാനും കുറച്ചധികം വായിക്കുവാനും ബഷീറിന് വലിയ ആഗ്രഹമുണ്ട്. അതായത് തൻ്റെ ആ ഉള്ളിലുള്ള അനുഭവ പാഠങ്ങളെ പകർത്തി വയ്ക്കാനും കൂടുതലായിട്ട് വായനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചാണ് വീട്ടിലെത്തിയത്. പക്ഷെ എന്തായിരുന്നു അനുഭവം? പക്ഷേ പാത്തുമ്മായുടെ ആട് ഉൾപ്പെടെയുള്ള സഹജീവജാലങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന, കുട്ടികൾ ഒച്ചയുണ്ടാക്കുന്ന, മുതിർന്ന ബന്ധുക്കൾ പല ആവശ്യങ്ങളുമായി വന്ന് തന്നെ സമീപിക്കുന്ന ആ അന്തരീക്ഷത്തിൽ ബഷീറിന് അതൊന്നും സാധ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിലായിരിക്കാം ബഷീർ തൻ്റെ മുന്നിൽ കാണുന്ന നിത്യജീവിതത്തിൻ്റെ സ്വന്തം അനുഭവം തന്നെ സത്യമായ കഥ അങ്ങ് പറഞ്ഞേക്കാമെന്ന് ബഷീർ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് പാത്തുമ്മായുടെ ആട് എന്നുള്ള ആ ശ്രേഷ്ഠമായ കൃതി. ബഷീർ തന്റെ പ്രശാന്തത തേടി അങ്ങനെ വീട്ടിലെത്തിച്ചേർന്നു. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രസ്ഥാനമെന്ന് പറയാവുന്ന ആ വീട്ടിലെത്തി. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിലും കുഞ്ഞുങ്ങളുടെ വഴക്കുകളും മുതിർന്നവരുടെ അഭ്യർത്ഥനകളും ആടിന്റെ വികൃതികളും ഇവയൊക്കെ ബഷീറിന് സന്തോഷം ജനിപ്പിക്കുന്നതാണ്, ഒരു വിനോദം എന്ന കണക്കാണ്. ഞാനൊരു തമാശക്കഥ പറയുകയാണെന്ന മട്ടിൽ അതിസാധാരണമായി തന്നെ അദ്ദേഹം ആ കഥ എഴുതി അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സാധാരണമായ ഈ ജീവിതത്തിന്റെ എഴുത്തിൽ അസാധാരണമായ പലതും ഉണ്ടെന്ന് പ്രൊഫസർ MK സാനു പറയുന്നു. സാധാരണമായ എഴുത്താണ്, പക്ഷെ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യതിരിക്തമായ, നേരത്തെ പറഞ്ഞ ആ വ്യത്യാസം പുലർത്തുന്ന അസാധാരണമായ പലതും ഈ പാത്തുമ്മായുടെ ആടിലുണ്ടെന്നാണ് പ്രൊഫസർ MK സാനു പറയുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്കാണ് ബഷീർ നമ്മെ നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സത്യമായ കഥയിൽ അക്കാലത്തിന്റെ മറ്റു പല സത്യങ്ങളും ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു. തൊഴിലിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, ദാരിദ്ര്യം, പണത്തിന്റെ ലഭ്യതക്കുറവ്, ആളുകൾക്ക് പണമില്ലാത്ത, സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നൊരവസ്ഥ, ഇതൊക്കെയായിരുന്നു അന്നത്തെ മനുഷ്യര് അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അനേക കാലത്തെ വീട് വിട്ടുള്ള ജീവിതത്തിന് ശേഷം തിരിച്ചെത്തിയ ബഷീറിന്റെ കയ്യിൽ ബന്ധുക്കൾ എന്ത് വിചാരിച്ചു? ധാരാളം പണമുണ്ടെന്നാണെന്ന് വിചാരിച്ചത്. അപ്പൊ ബഷീറിനെ സമീപിച്ച സാമ്പത്തികമായ സഹായം ലഭിക്കും എന്ന് ഉമ്മ അടക്കമുള്ള ബാക്കി കുടുംബത്തിലെ ബാക്കി കഥാപാത്രങ്ങള്, ബന്ധുജനങ്ങളൊക്കെ, സുഹൃത്തുക്കൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും ബന്ധുമിത്രാദികളും ഉമ്മയടക്കം സഹോദരങ്ങൾ എല്ലാവരും ഈ പണത്തിന് വേണ്ടി അദ്ദേഹത്തോട് വന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു? തൻ്റെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതത്തിനിടയിൽ അദ്ദേഹം ഒന്നും സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെ ബന്ധുമിത്രാദികളോട് പറയും? ഇല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? വലിയ ജീവിതാനുഭവമല്ലാതെ എഴുത്തുകാരനായ ബഷീർ നോവലിൽ കഥാപാത്രമായി വരുന്നു എന്നതുപോലെ തന്നെ എഴുത്തിന്റെ പ്രതിസന്ധികളും എഴുത്തിലെ ഭാഷയും ചർച്ച ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ നോവലിനുണ്ട്. അതിലെ ഭാഷാപരമായ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാരനായ ബഷീർ അതിലെ കഥാപാത്രമായി വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. വലിയൊരു ജീവിതാനുഭവം കൂടി അദ്ദേഹത്തിന് കൈക്കലുണ്ട് എന്നുള്ള ആ പങ്കുവയ്ക്കലും ആ കാലഘട്ടത്തിൻ്റെയും അന്ന് അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു
നേർചിത്രം നമുക്ക് കാണിച്ചു തരാനുള്ളൊരു ശ്രമം കൂടി ആ കഥയിൽ ഉണ്ട്. ഇങ്ങനെ തന്റെ വീടിന്റെയും തന്റെ ചുറ്റുപാടിന്റെയും സത്യമായ കഥയെ ഭാവനയിലെ വായനക്കാരെ വിസ്മയിപ്പിക്കാവുന്ന മട്ടിൽ ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട്. അതായത് നമ്മളിപ്പോ ഇന്നും ഇതിനെപ്പറ്റി പഠിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ ആ നിരൂപണത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ പാഠഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനും ഒക്കെ കാരണം എന്താണ്? ആ ആ അനർഘമായിട്ടുള്ള തൂലികയിൽ വിരിഞ്ഞ ആ കഥാസാഗരം അങ്ങനെ അന്യം നിന്ന് പോകേണ്ട ഒന്നല്ല. ഒരു രത്നമായിട്ട്, ഒരു വൈഡൂര്യമായിട്ട് തിളക്കമാർന്ന വരും തലമുറയ്ക്ക് വെളിച്ചമും ചിന്തയും അവരുടെ സർഗശേഷിയും ഭാവനയും ഒക്കെ നർമ്മബോധവും ഒക്കെ ഉണർത്തുന്ന ഒരു അവസ്ഥ സംജാതമാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ബഷീറിന്റെ ഈ പാത്തുമ്മയുടെ ആടെന്ന കൃതി നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എം.കെ. സാനു എന്താ പറയുന്നത്? ഈ കൃതി ഭാവി തലമുറയ്ക്ക് ഒരു രത്നമായി നിലനിൽക്കുമെന്ന് പ്രൊഫസർ എം.കെ. സാനുവിന്റെ വാക്കുകൾ ബഷീറിന്റെ സർഗാത്മകതയ്ക്ക് നൽകുന്ന ആദരവാണ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബഷീർ കൃതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? അദ്ദേഹത്തിന്റെ ലളിതമായ വാക്യങ്ങളിലൂടെ ഉള്ള അവതരണ രീതിയാണ്. വളരെ സരളമാണ്, മനോഹരമാണ്, ലളിതമാണ്. അതാണ് അദ്ദേഹത്തിന്റെ രചനാരീതി. പിന്നെ അദ്ദേഹത്തിന്റെ കഥയിൽ എന്തൊക്കെ കടന്നു വരുന്നുണ്ട്? മനുഷ്യരും ഇതര ജീവികളും പ്രകൃതിയും എല്ലാം സമ്മേളിക്കുന്നതാണ് അല്ലെങ്കിൽ സമന്വയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കഥയുടെ പ്രത്യേകത. പിന്നെ കണ്ണീരിനെ പോലും പൊട്ടിച്ചിരിയാക്കുന്ന നർമ്മരസം തുളുമ്പുന്ന ആവിഷ്കാര രീതിയുണ്ട്. പിന്നെ അതിലെ ജീവസുറ്റ കഥാപാത്രങ്ങള്, സ്നേഹാർദ്രമായ സമീപനം, കുടുംബ പശ്ചാത്തലം, അതിൽ രൂപം കൊള്ളുന്ന കഥയും കഥാപാത്രങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന, അങ്ങനെ അതായത് കഥയും ജീവിതവും എല്ലാം ഒന്ന് ചേർന്ന് വരുന്ന ബഷീർ ഉൾപ്പെടുന്നു എന്നുള്ളതും കൂടി അതിന്റെ പ്രത്യേകതയാണ്. താനും അതിലെ കഥാപാത്രമായി വരുന്നു എന്നുള്ള പ്രത്യേകതയും അതാണ്. കഥയും ജീവിതവും ഒന്നായി തീരുന്ന ഒരു രചനാ രീതിയിലൂടെ അനുവാചകർക്ക് പരിചിതമായ ഒരു ലോകം സൃഷ്ടിക്കാൻ, നമുക്ക് ചുറ്റുമുള്ളതാണ്, ഇത് നമ്മളെ സംബന്ധിച്ചതാണ്, യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ സത്യമായ ഒരു കഥ എന്നതുപോലെ, ഒരു ജീവിതാനുഭവം എന്നതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ വളരെ ആഴത്തിൽ ഹൃദയസ്പർശിയായിട്ട് കടന്നു വരുന്ന കഥകളാണ് ബഷീറിന്റെ കഥകൾ ഓരോന്നും. ഇതൊക്കെയാണ് ബഷീർ കൃതികളുടെ പ്രത്യേകതകൾ എന്ന് പറയാവുന്നത്. ഇനി പ്രൊഫസർ എം.കെ. സാനുവിനെ കുറിച്ച് അറിയേണ്ടത് കേൾക്കുകയല്ലേ? 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിൽ ജനിച്ചു. അധ്യാപകൻ, എഴുത്തുകാരൻ, വാഗ്മി, ചിന്തകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. മലയാള വിമർശന സാഹിത്യ ശാഖയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൃതികൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, യുക്തിവാദി എം.സി. ജോസഫ്, അസ്തമിക്കാത്ത വെളിച്ചം, ഉറങ്ങാത്ത മനീഷി, ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ, ശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്ക്, സഹോദരൻ കെ അയ്യപ്പൻ, മൃത്യുഞ്ജയം, കാവ്യജീവിതം, പ്രഭാത ദർശനം തുടങ്ങിയവയാണ്. പുരസ്കാരങ്ങൾ: എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് പ്രധാനമായ ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കിടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യം കാണിക്കുന്നു. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല. ആർക്കും അതിന് അവകാശമില്ല. ആരും ആടിനെ നിയന്ത്രിക്കാത്തതിന്റെ കാരണം എന്ത്? ആടായതുകൊണ്ട്, പാത്തുമ്മയുടെ ആടായതുകൊണ്ട്, ആടിന് ഇഷ്ടമായതുകൊണ്ട്, ആടിന് കുസൃതി ഉള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ്? അത് പാത്തുമ്മയുടെ ആടായതുകൊണ്ട്. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവൽ, ചെറുകഥ, നിരൂപണം, കവിത. ഏതാണ് നിരൂപണം? ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും. പാത്തുമ്മയുടെ ആട്. ചന്ത കൂടിയ ബഹളം എന്ന പ്രയോഗം നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഇത് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരുന്നതാണ്. ചന്തയിൽ വാങ്ങലും വിൽക്കലും വിലപേശലും ഒക്കെ ചേർന്നതാണ് ബഹളം, അല്ലേ? സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരും അത് വാങ്ങാൻ വരുന്നവരും അത് വിലപേശി വാങ്ങുന്നവരും അങ്ങനെ ഉൾപ്പെടുന്ന ഒരു വലിയ ബഹളമയമായ അന്തരീക്ഷമാണ്. അതുപോലെ ബഷീറിന്റെ വീട്ടിലും മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ബഹളവും വിലപേശലും ഉണ്ട്. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല. ഈ വിലയിരുത്തലിനുള്ള 2 കാരണങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? ബഷീറിന്റെ വീട്ടിലെ അനുഭവ കഥയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണ്? വീട്ടിലെ നിസ്സാരതയിൽ നിന്നും പ്രപഞ്ചത്തിന്റെ അപാരതയോളം വികസിക്കുന്ന ഒരു കഥ കൂടിയാണ്.
ഒച്ചകളുടെയും ബഹളങ്ങളുടെയും ഒത്തുനടുവിലും ഒരു എഴുത്തുകാരൻ രൂപപ്പെടും എന്നതിന് തെളിവാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രധാനമായിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാവുന്ന ചോദ്യമാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, ആശയങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇത് ഓരോന്നും വിശദമായിട്ട് എഴുതി മാർക്ക് വാങ്ങുക. ഓക്കെ. ഊരു ചുറ്റലിന് ശേഷം ബഷീർ ശാന്തി തേടി വീട്ടിലെത്തുന്നു. അവിടെ ചന്തകൂടിയ ബഹളമാണ്. ബഹളങ്ങളിലും ബഷീർ നിർവികാരനാണ്. ഇത്തരം അനുഭവങ്ങളിൽ ബഷീർ തന്റെ കഥയും കഥാപാത്രങ്ങളെയും കണ്ടെത്തുന്നു. അങ്ങനെ എഴുത്തുകാരൻ സൃഷ്ടാവായി മാറുന്നു. ഇത്രയും പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് 4 മാർക്കിന് ആവശ്യമായ രീതിയിൽ എഴുതി പ്രതിഫലിപ്പിക്കുക എന്നതിലാണ് നിങ്ങളുടെ കഴിവ്. കാരണം പാഠഭാഗം വായിക്കുക, അതിന്റെ ആശയം കേൾക്കുക, സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു കാര്യപ്രാപ്തി ഉണ്ടാക്കുക. എപ്പോഴും നമുക്ക് എന്താണ് 9ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ, 9 ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്കും നമ്മുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ എഴുതി ആശയം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മാതൃഭാഷയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ അഖണ്ഡമായ ലോകമാണ് എന്ന് എം കെ സാനു വിശേഷിപ്പിച്ചതിന്റെ ഔചിത്യം കണ്ടെത്തുക. അത് 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വരുന്നൊരു ചോദ്യം തന്നെയാണ്. പാത്തുമ്മയുടെ ആട് ഒരു ചെറിയ കൃതിയാണ്. ജീവിതത്തിലെ നിസ്സാര വസ്തുതകളാണ് അതിൽ വിവരിക്കുന്നത്. മനുഷ്യരും ജീവജാലങ്ങളും പ്രകൃതിയും കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന അത് യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃതിയാണ്. വായനക്കാരുടെ ആന്തരിക നേത്രങ്ങൾ തുറപ്പിക്കുന്ന ആഖ്യാന രീതിയാണ്. അതായത് ആന്തരിക നേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉൾക്കണ്ണ് തുറപ്പിക്കുന്ന അനുഭവ പാഠങ്ങളാണ് ആ കഥയിലൂടെ പങ്കുവെക്കുന്നത്, പഠിപ്പിക്കുന്നതും. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.